മാക്കനായി സെൻട്രൽ റെസിഡൻസ് അസോസിയേഷന്റെ 8ാം വാർഷികം ആഘോഷിച്ചു. ഇതോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനം പറവൂർ അഡീഷണൽ ഡിസ്ട്രിക്ട് സെഷൻസ് ജഡ്ജ് ജ്യോതി വി ഉദ്ഘാടനം ചെയ്തു. മാക്കനായി സെൻട്രൽ റെസിഡൻസ് അസോസിയേഷന്റെ 8ാമത് വാർഷികാഘോഷവും സാംസ്കാരിക സമ്മേളനവും വാർഡ് മെമ്പർ MS സുരേഷ് ബാബുവിന്റെ വസതിയിൽ നടന്നു. ഇതോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനം പറവൂർ അഡീഷണൽ ഡിസ്ട്രിക്ട് സെഷൻസ് ജഡ്ജ് ജ്യോതി വി ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്കൊരു പ്രോത്സാഹനം എന്ന് പറയുന്നത്, കുട്ടികൾക്കൊരു അംഗീകാരം നൽകുന്നത്, അത് വളരെയധികം നല്ല ഒരു കാര്യമാണ്. പക്ഷെ ആ അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ ആ കുട്ടികൾക്ക് മുമ്പോട്ട് വരാനുള്ള താല്പര്യമുള്ള ഏരിയ ഒക്കെ എന്താണ് എന്നൊക്കെ ഉള്ളതിനുള്ള ഒരു അവയർനെസ് കൊടുക്കണം. ഇപ്പൊ ധാരാളം അത് നെറ്റിലൊക്കെ കിട്ടുന്നുണ്ട്. നമ്മളെ കുട്ടികൾ നമ്മളെക്കാളും സ്മാർട്ടാണ്. അപ്പൊ അവർക്കത് ചെയ്യാം. എങ്കിലും ഇപ്പൊ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ് നിൽക്കുന്ന ഒരു കുട്ടിക്ക് എവിടെ ചേർന്ന് ഏത് സബ്ജക്റ്റിന് ചേർന്ന് കഴിഞ്ഞാൽ എങ്ങനെ അവർക്ക് അവരുടെ കരിയർ അവരുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് മുമ്പോട്ട് പോകാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കാനൊക്കെയുള്ള ഒരു അവയർനെസ് ക്ലാസ്സുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് അസോസിയേഷൻ വെക്കാറുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അങ്ങനെയൊക്കെ ക്ലാസ്സുകളൊക്കെ വെക്കുന്നത് നമ്മളുടെ ആ അംഗങ്ങളുടെ ഒരു സോഷ്യൽ ആ ഒരു അവയർനെസിന്റെ തലങ്ങൾ മുമ്പോട്ട് കൊണ്ടുവരികയും അതനുസരിച്ച് അവർക്ക് പ്രവർത്തിക്കാനും കഴിയുന്ന ഒരു സാഹചര്യം ഒരുക്കാൻ പറ്റുകയും ചെയ്യുന്ന ഒരു ഏരിയയാണ്. അസോസിയേഷൻ പ്രസിഡന്റ് VS രവീന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. പട്രാക് പ്രസിഡന്റ് S രാജൻ മുഖ്യപ്രഭാഷണം നടത്തി. തീർച്ചയായിട്ടും റെസിഡന്റ് അസോസിയേഷൻ കൂട്ടായ്മകൾ അതുകൊണ്ട് തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ, ബഹുമാനപ്പെട്ട ജഡ്ജി ഇവിടെ സൂചിപ്പിച്ചതുപോലെ, ഇത്തരം ചിന്തകളെ പ്രതിരോധിക്കുന്നതിന് ഇത്തരം കൂട്ടായ്മകളിലൂടെയുള്ള പരിപാടികൾ, ബഹുമാനപ്പെട്ട മാഡം പറയുകയുണ്ടായി, കുട്ടികളുടെ പരിപാടികൾ വേണം. നമ്മുടെ കുട്ടികളെല്ലാം ഒരുമിക്കട്ടെ, സാമൂഹ്യ ബോധം ഉയരട്ടെ. അപ്പുറത്തിരിക്കുന്ന റഷീദും ഇപ്പുറത്തിരിക്കുന്ന തോമസും അപ്പുറത്തിരിക്കുന്ന തങ്കപ്പനും എല്ലാം ഞങ്ങൾ സഹോദരങ്ങളാണെന്നുള്ള ചിന്താധാര അവരുടെ മനസ്സിൽ ഉയരട്ടെ. 18ാം വാർഡ് മെമ്പർ സുധീഷ് പട്ടണം വിഷയാവതരണം നടത്തി. കഴിഞ്ഞ ഗ്രാമസഭയ്ക്ക് ഇവിടെ വന്നപ്പോൾ 2 വാക്ക് സംസാരിക്കണമെന്ന് സുരക്ഷിതം പറഞ്ഞു. വന്നതിനുള്ള പറ്റിയ സമയമായിരുന്നില്ല. മറ്റൊരവസരത്തിൽ ഞാൻ വരാം എന്ന് പറഞ്ഞിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ ഇത്തരം ഒരു വേദിയിലേക്ക് അദ്ദേഹം തന്നെ ക്ഷണിച്ചതിൽ എനിക്ക് അദ്ദേഹത്തോടുള്ള നന്ദിയും ഒപ്പം രവിപുര അടക്കമുള്ള ഈ റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാരവാഹികളോടുള്ള നന്ദിയും ഞാൻ അറിയിക്കുകയാണ്. ഈ റെസിഡൻസ് അസോസിയേഷൻ്റെ വാർഷികാഘോഷ പരിപാടികൾക്ക് എല്ലാവിധ ആശംസകളും നേരിടുകയാണ്. കാത്തു നിൽക്കും വയലിൽ തൻ കലപ്പയൂനി സ്വന്തം വേർപ്പു കൊണ്ടു വിതയ്ക്കുവാൻ അവനിറങ്ങി. വാർഡ് മെമ്പർ MS സുരേഷ് ബാബു, MRA സെക്രട്ടറി MB പ്രദീപ്, VIPRA പ്രസിഡന്റ് G രാജൻ, TRA പ്രസിഡന്റ് VM ഫൈസൽ, സ്നേഹതീരം പ്രസിഡന്റ് MK വേണുഗോപാൽ, MCRA കമ്മിറ്റി മെമ്പർ PG ബാബു, രക്ഷാധികാരി അബ്ദുള്ളക്കുട്ടി, ജയശ്രീ ടീച്ചർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. MCRA സെക്രട്ടറി നിഷാർ MP സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി മുജീബ് ഹാദർ നന്ദിയും പറഞ്ഞു. തുടർന്ന് കലാപരിപാടികൾ, ഗാനമേള, സ്നേഹവിരുന്ന് എന്നിവ നടന്നു.